നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനം, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ, നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. നോക്കാം വിശദമായി. ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്ന സൂചന പുറത്തുവരികയാണ്. സ്വീകരണ മുറിയിൽ വെച്ച് ജൈനമ്മയെ സെബാസ്റ്റ്യൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന വിവരം കിട്ടിയിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. തലയ്ക്കടിച്ചപ്പോൾ തെറിച്ചു വീണ രക്തക്കറകളാണ് കേസിൽ നിർണായക തെളിവായത്. നേരത്തെ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടെ ആണ് എന്ന് സ്ഥിരീകരണം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവരവും കൂടി പുറത്തു വരുന്നത്. കൊലപാതകത്തിന് ശേഷം ശരീരം മുറിച്ച് കത്തിച്ചു എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു വ്യക്തത ഈ കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഈ സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രിയിലും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മൃതദേഹം മുറിച്ചതായ സൂചനയാണ് നൽകുന്നത്. ഈ ശരീരഭാഗങ്ങൾ മുറിച്ച ശേഷം പല സ്ഥലങ്ങളിലായിട്ട് മറവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ തെരച്ചിലിൽ തലയോട്ടി, തുടയെല്ല്, ഇതിന്റെ ഭാഗങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ DNA പരിശോധനാ ഫലം ഇതുവരെയും കിട്ടിയിട്ടില്ല. അതും കൂടി ജൈനമ്മയുടേതാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു കാര്യം ഉറപ്പിക്കാൻ സാധിക്കും. ജൈനമ്മയെ സെബാസ്റ്റ്യൻ തന്റെ വീട്ടിലെത്തിച്ച് അവരെ അവിടെ വെച്ച് കൊലപ്പെടുത്തി അതിനുശേഷം മൃതദേഹം മുറിച്ച് ഇത്തരത്തിൽ മറവ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ജൈനമ്മ കേസിൽ റിമാൻഡിലുള്ള സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ നടത്തുകയാണ്. ഇയാൾ പ്രതിയാണ്, അതുകൊണ്ട് തന്നെ ഇയാൾ മറ്റൊരു കേസിൽ കൂടി പ്രതിയാണ്. പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാൾ പ്രതിയാണ്. അതുകൊണ്ട് കൂടുതൽ തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ, ഇതിനായിട്ട് അന്വേഷണ തലവൻ ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 അടുത്ത ദിവസം അപേക്ഷ നൽകും. ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ തട്ടിപ്പ് കേസുകളിൽ വിചാരണയുടെ ഭാഗമായി സെബാസ്റ്റ്യനെ ചൊവ്വാഴ്ച ചേർത്തല കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ നിലവിലെ നിഗമനം സെബാസ്റ്റ്യൻ ഒരു സൈക്കോ ആണ് എന്നാണ്. സ്ത്രീകളെ വലയിലാക്കി അവരെ കൊലപ്പെടുത്തുന്ന ഒരു സൈക്കോ ക്രിമിനലാണ് ഇയാൾ എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഒരു നിഗമനം. ജൈനമ്മ വധത്തിൽ സെബാസ്റ്റ്യനെതിരെ കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ചേർത്തലക്കാരായ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിന് പിന്നിലും ഇയാളാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. പക്ഷേ വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല. ഈ തെളിവ് കിട്ടാത്തതാണ് ഈ കേസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലൊരു വ്യക്തതയും ആ ഒരു എന്താണ് ഇത്രയും കാലം ഈ സെബാസ്റ്റ്യനെ ഒളിപ്പിക്കുന്നത് എന്നതിലേക്ക് അന്വേഷണ സംഘത്തിന് വേഗത്തിൽ എത്താൻ സാധിക്കും. പക്ഷെ തെളിവുകളുടെ അഭാവമാണ് കേസിൽ വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ അന്വേഷിക്കുന്ന തിരോധാന കേസുകൾ ADGP നേരിട്ടാണ് വിലയിരുത്തുന്നത്. ഇയാൾ ഒറ്റയ്ക്കാണ് കൊലപാതകം ചെയ്തത് എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. എങ്കിലും ഇയാൾക്ക് മറ്റാരെങ്കിലും സഹായം ഉണ്ടാകുമോ എന്ന ഒരു സാധ്യത കൂടി തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് ഇത്രയും സ്ത്രീകളെ ഇയാൾ വരുതിയിലാക്കി ഉണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധേയം. പല ഘട്ടങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ശാസ്ത്രീയ ചോദ്യം ചെയ്യൽ ഇയാൾ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. 2024 ഡിസംബറിൽ ജൈനമ്മയെ കാണാതായതു മുതലുള്ള മുഴുവൻ ഫോൺ വിളിയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയുണ്ടായി. കുത്തിയത്തോട് സ്വദേശിനിയായ വിധവയെ ഇയാൾ ലക്ഷ്യമിട്ടു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ആ ഒരു അന്വേഷണത്തിലാണ് കണ്ടെത്താൻ സാധിച്ചത്. കലവൂരിലെ ധ്യാന കേന്ദ്രത്തിൽ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ട വിധവ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. പശുവിനെ വാങ്ങാനെന്ന വ്യാജേന സെബാസ്റ്റ്യൻ ഇവരെ സമീപിക്കുകയായിരുന്നു. എന്നിട്ട് ഇവരെ വലയിലാക്കാൻ ഇയാൾ പല ഉപായങ്ങൾ പ്രയോഗിച്ചു. പക്ഷേ അവർ കെണിയിൽപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇവരുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. സൈക്കോ ക്രിമിനലാണ് ഇയാളെന്ന സംശയത്തിന് ബലമേകുന്ന ഓരോരോ വിവരങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നതും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നു. എന്തായാലും ജൈനമ്മ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. സെബാസ്റ്റ്യൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലവിലെ നിഗമനം. ജൈനമ്മയ്ക്ക് പുറമെ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ അന്വേഷണം നേരിടുകയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. മഹസർ തയ്യാറാക്കാനും നേരത്തെ നടത്തിയ പരിശോധനകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനുമായിരുന്നു ഈ നടപടി സ്വീകരിച്ചത്. വീട്ടുവളപ്പിൽ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലം കിട്ടുമെന്നാണ് വിലയിരുത്തൽ. വീടിന്റെ സ്വീകരണ മുറിയിലും ശുചിമുറിയിലും കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മൃതദേഹ ഭാഗങ്ങളുടെ പരിശോധനാ ഫലവും സമാനമായാൽ ക്രൈംബ്രാഞ്ച് അടുത്ത നടപടികളിലേക്ക് കടക്കും. അന്വേഷണ ചുമതല
ചുമതലയുള്ള ഡിവൈഎസ്പി സാജൻ സേവ്യറിന്റെ നേതൃത്വത്തിലാണ് വീട്ടിനകത്ത് വിശദമായ പരിശോധന നടത്തി മഗസർ തയ്യാറാക്കിയത്. സെബാസ്റ്റ്യൻ പല ഘട്ടങ്ങളായി 3 ഫോണുകൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. 3ന്റെയും കോൾ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ഇയാൾ അവസാനം ഉപയോഗിച്ച ഫോണിന്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ജൈനമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയത്. സ്ത്രീകളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ സെബാസ്റ്റ്യൻ അവരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബിന്ദു പത്മനാഭനെയും ഐഷയെയും വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്. ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തന്റെ പേരിൽ വ്യാജ മുക്തിയാർ തയ്യാറാക്കി 1.3 കോടി രൂപയ്ക്ക് സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയെന്ന നിർണായക കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട്. ബിന്ദുവിന്റെ പേരിലുള്ള മറ്റു വസ്തുക്കൾ വിറ്റ വകയിലും സെബാസ്റ്റ്യന് പണം കിട്ടിയിട്ടുണ്ട്. ഐഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണ്ണ ആഭരണങ്ങളും കൈവശമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ കാണാതായ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ട് കാലയിൽ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. എല്ലാ കാര്യങ്ങളും സെബാസ്റ്റ്യൻ നിഷേധിക്കുന്നത് പോലീസിന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലം കേസിൽ ഏറെ നിർണായകമായി മാറും. എന്തായാലും ജൈനമ്മ ഡിസംബർ 23 ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി സാജൻ സേവ്യറിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ പരിശോധന നടത്തി നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തി. അതേസമയം സെബാസ്റ്റ്യനെ പരിചയമില്ലെന്ന് ശശികല. സെബാസ്റ്റ്യനെ പരിചയമില്ലെന്ന് ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തൽ നടത്തിയ കടക്കരപ്പള്ളി സ്വദേശി ശശികല സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്ന 2 സ്ഥലം ഇടപാടുകാർ പറഞ്ഞ വിവരങ്ങളാണ് കൈമാറിയതെന്നും ശശികല പറയുന്നു. സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സമീപിച്ച കടക്കരപ്പള്ളി സ്വദേശിയായ ഇടനിലക്കാരന്റെ പരിചയക്കാരനായ മറ്റൊരു ഇടനിലക്കാരന് സെബാസ്റ്റ്യനുമായി സൗഹൃദമുണ്ടായിരുന്നെന്ന് അറിഞ്ഞതോടെ അവർ വഴിയുള്ള സ്ഥലം വിൽപ്പന ഒഴിവാക്കി. സെബാസ്റ്റ്യന്റെ സുഹൃത്തായ ഇടനിലക്കാരൻ തന്റെ വീടിനടുത്താണ് താമസിച്ചിരുന്നതെന്നും ശശികല പറയുന്നു. തന്നെ സമീപിച്ച ഇടനിലക്കാരനുമായുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ് സെബാസ്റ്റ്യന് ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധം ഉണ്ട് എന്ന സൂചന കിട്ടിയത്. ഈ സംഭാഷണത്തിന്റെ രേഖയാണ് 3 വർഷം മുമ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതനുസരിച്ചാണ് തന്റെ മൊഴി രേഖപ്പെടുത്തിയതെന്നും ശശികല പറഞ്ഞു. ചേർത്തലയിലെ ജൈനമ്മ തിരോധാന കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായിട്ടാണ് അന്വേഷണ സംഘം പറയുന്നത്. കുറ്റകൃത്യം ചെയ്തതിന്റെ നിർണായക തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ 2ാമത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. 2 ആഴ്ച ഇയാളെ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് അന്വേഷണ സംഘത്തിന് കേസ് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് എത്താൻ സാധിച്ചത്. പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷേ മറ്റ് തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പ്രതിക്ക് വലിയ വെല്ലുവിളിയായിട്ട് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. DNA പരിശോധനാ ഫലവും ജൈനമ്മയുടെ മൊബൈൽ ഫോൺ എവിടെ എന്നതിന്റെ ഉത്തരവുമാണ് ഇനി കിട്ടേണ്ടത്. നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് കൂടി സെബാസ്റ്റ്യനെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെ കൊലപാതകവും തെളിവ് നശിപ്പിക്കലുമായിരുന്നു സെബാസ്റ്റ്യനെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന. DNA പരിശോധനാ ഫലം കൂടി കിട്ടിയാൽ കേസ് അന്വേഷണം പര്യവസാനത്തിലെത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.